Hello friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നമ്മൾ ചെയ്തെടുത്ത ക്രിസ്റ്റലിൽ എങ്ങനെ ഹോൾ ഇടാം എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ റെസിൻ എപ്പോക്സി റെസിൻ ഉപയോഗിച്ചെടുത്ത ക്രിസ്റ്റൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഹോൾ ചെയ്യാനായി ഞാനിതുപോലൊരു ഹാൻഡ് ഡ്രില്ലും പിന്നെ അതോടൊപ്പം ഒരു സ്മോൾ സൈസിലുള്ള സ്ക്രൂ ഡ്രൈവറുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് ഡ്രില്ലുണ്ടെങ്കിൽ നമുക്ക് അതുപയോഗിച്ചും ഹോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ആ എഡ്ജൊക്കെ ഒന്ന് സാൻഡ് ചെയ്ത് ലെവൽ ചെയ്യണം. ഇപ്പോൾ ഒരു ഇറഗുലർ ഷേപ്പിൽ ഫിനിഷിങ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഹാൻഡിൽ എടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്കതിനുള്ളിൽ ഹോൾ ചെയ്ത് കൊടുക്കാം. ഈ നമ്മുടെ എപ്പോക്സി റെസിൻ ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന പാർക്കിൽ ഹോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈസിയായി തന്നെ ഹോൾ ചെയ്തെടുക്കാം. അത് വലിയൊരു പ്രയാസമായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഹാൻഡിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരു നീഡിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്കിതിനുള്ളിൽ ഹോൾ ഇടാം. നമുക്കൊരു ഇലക്ട്രിക് ഡ്രില്ലുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ വേഗം ഹോളിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഹോളിട്ടതിന് ശേഷം അതിനുള്ളിലേക്കൊരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്രിസ്റ്റൽസ് കൂടെ ഹോൾ ചെയ്ത് സ്ക്രൂ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റൽസ് എല്ലാം സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മുടെ എല്ലാ ക്രിസ്റ്റൽസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് UV റെസിൻ ഗ്ലൂ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പിൽ ഒരു 2 ഡ്രോപ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നന്നായി അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം UV ലൈറ്റിൻ്റെ സഹായത്തോടെ ക്യൂർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ക്രൂ നന്നായി അവിടെ ടൈറ്റ് ആവുകയും അതുപോലെ ക്രിസ്റ്റലിൻ്റെ ടോപ്പിനൊരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ UV റെസിൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കിത് വേണമെങ്കിൽ എപ്പോക്സി റെസിൻ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ക്രിസ്റ്റൽസും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചെയിനിൽ ഹാങ് ചെയ്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. എല്ലാവർക്കും വളരെ ഈസിയായി തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്റ്റൽ പെൻഡൻ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.